തിരുവനന്തപുരം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഹനുമത് പ്രതിഷ്ഠയ്ക്ക് ഏറെ സവിശേഷതകളുണ്ട്. ക്ഷേത്രക്കുളത്തിനൊത്ത നടുക്കായി മഹാദേവന് അഭിമുഖമായാണ് ഹനുമാൻ സ്വാമിയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം ആ വിശേഷങ്ങൾ. സാക്ഷാൽ മഹാരുദ്രൻ അഭിമുഖമായി രുദ്രാംശമായ വായുപുത്രൻ. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച. ക്ഷേത്രക്കുളത്തിന് ഒത്ത നടുവിലായാണ് ആഞ്ജനേയന്റെ ശ്രീകോവിൽ. വെറ്റിലമാലയും അവിൽ നിവേദ്യവുമൊക്കെയാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ. പിന്നെ ഇവിടെ ഉപദേവനായിട്ട് ആഞ്ജനേയസ്വാമി കുടികൊള്ളുന്നുണ്ട്. കുളത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആഞ്ജനേയസ്വാമിയുടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അവൽ നിവേദ്യം, അതുപോലെ കാര്യസിദ്ധി പൂജ. വ്യാഴാഴ്ച തോറും ഇവിടെ കാര്യസിദ്ധി പൂജ നടന്നു വരുന്നുണ്ട്. ആ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്നവർക്ക് അത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. 21 വ്യാഴാഴ്ചകളിൽ കാര്യസിദ്ധി കാര്യസിദ്ധി പൂജ നടത്തി കഴിഞ്ഞാൽ ആ ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആഞ്ജനേയന് അവൽ നിവേദ്യം അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വഴിപാടുകളാണ്. 1000ഓളം വർഷം പഴക്കമുള്ള ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിനുമുണ്ട് ഐതിഹ്യ പെരുമ. 1100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്ന സ്വയംഭൂവായിട്ടുള്ള മഹാക്ഷേത്രമാണ്. മഹാദേവ ക്ഷേത്രം കൂടിയാണ് ഈ ഇളംകുളം മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂറിനേക്കാൾ പഴക്കം പറയുന്ന ഒരു ക്ഷേത്രം. ആയി രാജവംശത്തിൻ്റെ കാലത്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്നൊരു ക്ഷേത്രം. ചൈതന്യം ദർശിച്ചത് മുതൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ എല്ലാം കൊണ്ടും വളരെ വിശേഷതയാണ്. ഒന്ന്, സ്വയംഭൂവായിട്ടുള്ള മഹാദേവ ചൈതന്യം, അതോടൊപ്പം തന്നെ ശക്തമായ നാഗദേവതയുടെ സാന്നിധ്യം, അയ്യപ്പൻ്റെ സാന്നിധ്യം, അതിവിശാലമായ കുളത്തിന് നടുക്കുള്ള ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം. അത് ഹനുമാൻ സ്വാമി മഹാദേവനെ ദർശിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ തന്നെയാണ്. പ്രകൃതി ഇറങ്ങി വന്നിരിക്കുന്ന വളരെ ശാന്തവും സുന്ദരവും ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. തെക്കൻ കേരളത്തിൽ എന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗോശാലകൃഷ്ണൻ കൂടി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഗോശാലകൃഷ്ണന് ഒരു വിശേഷത കൂടിയുണ്ട്. ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുറ്റമ്പലത്തിൽ, അതായത് ചതുശാലയിലാണ് പശുക്കളുള്ളത്. അതിലുപരിയായിട്ടുള്ളൊരു വിശേഷത, അതിവിശാലമായ കുളത്തിൽ ഇളകൊള്ളുന്ന മഹാദേവനാണ്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചൈതന്യം ദർശിച്ചത് ഇത് അകത്തുള്ള കുളത്തിന് നടുക്കുള്ള ഒരു വലിയ ശിലാഖണ്ഡത്തിലായിരുന്നു ആ സ്വയംഭൂ വിഗ്രഹം ആവിർഭവിച്ചത്. കാലക്രമേണ അത് ക്ഷേത്രത്തിൻ്റെ മറ്റും പകട്ടുകളിലേക്കും മട്ടുകളിലേക്കും ഒക്കെ മാറിയപ്പോഴും ഈ കുളത്തിന് നടുക്ക് അല്ലെങ്കിൽ കുളത്തിൽ ഇളകൊള്ളുന്ന ഈ മഹാദേവന് ധാര വളരെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് തന്നെ 108 കുടം അഭിഷേകം, ധാര, ഇത് നിത്യം നടന്നു വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം. അപൂർവ ഇനത്തിൽപ്പെട്ട 10ലധികം ഗോക്കളെ സംരക്ഷിക്കുന്ന ഗോശാലയും അതിന് നടുക്കായുള്ള ഗോശാലകൃഷ്ണന്റെ ഭവ്യമന്ദിരവും ഇളംകുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ജനം, തിരുവനന്തപുരം.